വരുന്നു സമയം നോക്കിയുള്ള കറണ്ട് ബിൽ. വരുന്ന 5 വർഷത്തേക്കുള്ള വൈദ്യുതി നിരക്ക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് രേഖ പുറത്തിറക്കിയിരിക്കുകയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ഈ കരട് രേഖയിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ കരട് രേഖ പ്രകാരം 2027 ഇനി അധിക മാസങ്ങൾ, ഇതിപ്പോൾ ആഗസ്റ്റ് തീരാറായി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം കൂടി കഴിഞ്ഞാൽ 2027 വരികയാണ്. അപ്പോൾ 4 മാസം കൂടി കഴിയുമ്പോഴേക്കും ഈ പരിഷ്കരണ നടപടികൾ പ്രാബല്യത്തിൽ വരും. ഇനി എന്തെല്ലാമാണ് നമ്മൾ സാധാരണ വൈദ്യുത ഉപഭോക്താക്കൾ എന്ന നിലയിൽ ഈ കരടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി പറയുന്ന ഒരു കാര്യം, വൈദ്യുതി ഉപയോഗിക്കുന്നതിന് അനുസരിച്ച് രാത്രിയും പകലും എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു. പകല് വൈദ്യുതി ഉപയോഗിച്ചാൽ വൈദ്യുതി ഉപയോഗത്തിൻ്റെ ചാർജ് കുറവായിരിക്കും. അതേസമയം പീക്ക് ലോഡെത്തുന്ന, രാത്രിയാണല്ലോ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്, രാത്രിയിലത്തെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ ചാർജ് കൂടുതലായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രാത്രിയും പകലുമായി വേർതിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വൈദ്യുതിയുടെ ഉപയോഗം രാത്രിയിൽ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇപ്പോഴത്തെ സ്ലാബ് സംവിധാനത്തെ ആകെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് പകൽ രാത്രി എന്ന രീതിയിൽ രണ്ടായി സമയത്തെ വിഭജിച്ചുകൊണ്ട് വൈദ്യുതി നിരക്ക് ഈടാക്കുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു കരടാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ സോളാർ ഉള്ളവർ രക്ഷപ്പെട്ടു. കാരണം സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഈ രാത്രിയിലെ പീക്ക് ലോഡ് സമയത്തുള്ള ചാർജ് കുറവായിരിക്കും എന്ന് കരടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സോളാർ വെക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ സോളാർ പാനൽ വെക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ കരടിൽ രേഖ വായിച്ച് നമുക്ക് മനസ്സിലാകും. ഇനി ഈ കരടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2024 വരെയുള്ള KSEBിക്ക് ഉള്ള നഷ്ടം, വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നഷ്ടം പരിഹരിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് 2027 മുതൽ ഉപഭോക്താക്കളിൽ നിന്നും നിശ്ചിത തുക പിടിച്ചു തുടങ്ങും. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം ഈ നഷ്ടം നികത്താനുള്ള നടപടി നമ്മൾ ഉപഭോക്താക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അത് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരമൊരു നിർദ്ദേശം ഈ കരടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2027 മുതൽ KSEBിക്ക് 2024 വരെ ഉണ്ടായിട്ടുള്ള നഷ്ടം 27 മുതൽ നമ്മുടെ ഇന്ന് ഉപഭോക്താക്കളുടെ ഇന്ന് പിടിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഈ കരടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ കരട് അന്തിമമല്ല. കാരണം ഈ കരടിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതായത് പകൽ ഉപയോഗിക്കുന്നവർക്ക് വൈദ്യുതി ചാർജ് കുറയും, രാത്രിയിൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ചാർജ് കൂടും തുടങ്ങിയിട്ടുള്ള പരിഷ്കരണ നടപടികളുണ്ടല്ലോ. അപ്പോൾ ഈ കരട് പൊതുജനങ്ങൾക്ക് മുൻപാകെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പൊതുജനങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പരാതി പറയാനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ പറയാനുണ്ട് എങ്കിൽ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ മാസം 25-ാം തീയതി വരെ അതിന് സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കരട് രേഖയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ കരടിലെ കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്, അതെല്ലാം തന്നെ അറിയിക്കാനുള്ള സമയം അടുത്ത മാസം 25 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായി തന്നെ അറിയിക്കാൻ കഴിയും. നമുക്ക് ഇന്നതൊക്കെയാണ് പ്രശ്നം, ഞങ്ങൾക്ക് ഇന്നത് യോജിക്കാൻ കഴിയുന്നില്ല, ഇന്ന നിർദ്ദേശത്തോട് യോജിക്കാൻ കഴിയുന്നില്ല, ഈ പറയുന്നത് പോലെ പകല് കൂടുതൽ ഞങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, വ്യവസായികളാണെങ്കിൽ അവർക്ക്, ഗാർഹിക ഉപഭോക്താക്കളാണെങ്കിൽ അവർക്ക്, അങ്ങനെ പല രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കോ ഒക്കെ തന്നെ ഈ കരടുമായി ബന്ധപ്പെട്ട് പരാതികളോ പുതിയ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത മാസം 25 വരെ അത് സമർപ്പിക്കാം. അതിനുശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു ബില്ലായിട്ട് ഇത് പുറത്തിറങ്ങുക, അതായത് പ്രായോഗികമായി ഇത് നടപ്പിൽ വരിക. ഇതെല്ലാം തന്നെ പഠിച്ചതിന് ശേഷം എന്തെല്ലാമാണ് ഇക്കാര്യത്തിൽ വേണ്ട ഭേദഗതികൾ എന്നതിന് തീരുമാനിച്ച ശേഷം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അന്തിമമായിട്ടുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കും. ആ വിജ്ഞാപനമായിരിക്കും 2027 മുതൽ 2035 വരെ വൈദ്യുത ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപഭോക്താക്കൾക്ക് നടപ്പിലാക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.